وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا وإذ تقول للذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده حمدا كثيرا طيبا مباركا فيه نحمدك يا من أوضحت لنا سبل الهداية وأسعت عن بصائرنا وشاوت الغوايا ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ പഠിതാക്കളെ, സൂറത്തുൽ അഹ്സാബിൻ്റെ 35 ആയത്തുകളാണ് നമ്മൾ ഇതുവരെ പഠനവിധേയമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ 34-35 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ വഹിയ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധാരണ നിലക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും അത് പ്രവാചകൻ മറ്റുള്ള സമൂഹത്തിന്, പ്രവാചകൻ്റെ അനുയായികൾക്ക് പ്രബോധനം ചെയ്തു കൊടുക്കുകയും മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് നിത്യേന പുറത്തു വരുന്ന വിജ്ഞാനമൊഴികൾ ആ വഹീന് പുറമെ, ഖുർആനിന് പുറമെ ഹദീസുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു. മിൻ ആയാത്തില്ലാഹി വൽ ഹിക്കുമ, ഹിക്കുമത്തും അതിനോടൊപ്പം വിജ്ഞാനങ്ങളും ആയത്തുകളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വീട്ടിൽ വെച്ച് ഓതി കേൾപ്പിക്കപ്പെടുന്നതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവിൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ, മറ്റ് ആയത്തുകളിലുമൊക്കെ, അഥവാ സൂറത്ത് ജുമയിലൊക്കെ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും തത്വജ്ഞാനവും ഹിക്മത്തും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെയാണ് അവരിലേക്ക് നിയോഗിച്ചത് എന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാം. അതിനുശേഷം 35-ാമത്തെ ആയത്തിൽ വലിയ അല്പം വിശദമായ ഒരായത്താണ് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി എന്ന് തുടങ്ങുന്ന, മുസ്ലിം സ്ത്രീകളെയും പുരുഷനെയും, അതുപോലെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന് സദഖ ചെയ്യുന്ന, അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം അള്ളാഹു എടുത്തു പറഞ്ഞുകൊണ്ട് അത്തരം ആളുകൾക്ക് പാപമോചനവും മഗ്ഫിറത്തുമൊക്കെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 36-ാമത്തെ വചനമാണ്. വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന നിയമമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. വചനങ്ങൾ നമ്മൾ മുകളിൽ അതിൻ്റെ ഖിറാഅത്ത് നമ്മൾ കേട്ടു. 36-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ കാന ലി മുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിക്കും പാടില്ല,
വലാ മുഅ്മിനത്തിൻ, അതുപോലെ തന്നെ ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീകൾക്കും പാടില്ല, ഇദാ ഖള, തീരുമാനിച്ചാൽ അല്ലെങ്കിൽ വിധി നടത്തിയാൽ, അള്ളാഹു റസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം, അമ്രൻ, ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ, ഒരു വിധി പറഞ്ഞാൽ, അയ്യക്കൂന, ഉണ്ടായിരിക്കൽ, ലഹും, അവർക്ക്, അൽ ഖീറത്ത്, തിരഞ്ഞെടുക്കൽ, അവരുടെ സ്വന്തമായ ഒരു അഭിപ്രായം, മിൻ അംരിഹിം, അവരുടെ കാര്യത്തെക്കുറിച്ച്, വമയ്യഹ്സി, ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ അല്ലെങ്കിൽ എതിര് പ്രവർത്തിച്ചാൽ, അല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും, ഫഖദ് വല്ല, എന്നാൽ തീർച്ചയായും അവൻ പിഴച്ചു, വലാലം മുബീന, വ്യക്തമായ ഒരു വഴി പിഴവിൽ അവൻ ആയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്? സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീ ആകട്ടെ, അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, തങ്ങളുടെ ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് വേറൊരു തെരഞ്ഞെടുപ്പ്, ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുവാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആറ് അനുസരണക്കേട് കാണിക്കുന്നുവോ, പുറംതിരിഞ്ഞു നിൽക്കുന്നുവോ, തീർച്ചയായും അവർ വ്യക്തമായ വഴിപിഴവിലാണ്, അഹ്ലുസുന്നയിലല്ല, ഇസ്ലാമിൻ്റെ മാർഗത്തിലല്ല, ആ സിറാത്തിൽ നിന്ന് വഴിപിഴച്ചു പോയവരാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞത്, അത് ഖുർആനാകട്ടെ സുന്നത്താകട്ടെ, പിന്നെ നമ്മുടെ ഒരു അഭിപ്രായം അവിടെ ഉണ്ടാകാൻ പാടില്ല. നമുക്കത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കാലത്തത് യോജിക്കുന്നില്ല, നമ്മുടെ നാട്ടിൽ അത് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പിന്നീടാകട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അള്ളാഹു പറഞ്ഞ ഒരു നിയമത്തെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യത്തെ, അതിനോട് വിമുഖത കാണിക്കുന്ന പരിപാടി അതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം സർവകാലികമാണ്, ഏത് കാലത്തും അതിൻ്റെ നിയമങ്ങളുമൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് മനുഷ്യന് അനുയോജ്യമായ രൂപത്തിലാണ് അള്ളാഹു അവൻ്റെ നിർദ്ദേശങ്ങളും ആയത്തുകളും ഹിക്മത്തുകളും ഒക്കെ നൽകിയിട്ടുള്ളത്. അതിനെ സ്വീകരിക്കുക എന്ന അടിസ്ഥാന നിയമമാണ് അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. ഖുർആന്റെയും സുന്നത്തിൻ്റെയും നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇനി പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധികർത്താക്കളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സമുദായ പരിഷ്കർത്താക്കൾ എന്ന പേരിലോ മതത്തിൻ്റെ ഗുണകാംക്ഷികൾ എന്ന പേരിലൊക്കെ അല്ലേ, യഥാർത്ഥത്തിൽ സാക്ഷാൽ ഇസ്ലാമിക നിയമങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ ശ്രമിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. അവരൊക്കെ വഴിപിഴവിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നത്. നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അള്ളാഹുവിനോടോ അവൻ്റെ റസൂലിനെയോ ഒരു വിധി പോലും യുക്തിക്കോ ന്യായത്തിനോ എതിരായിരിക്കില്ല, അങ്ങനെയാണെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. അതിന് പിന്നിലെ യുക്തി രഹസ്യങ്ങൾ ഒരു പക്ഷേ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. എന്നിരുന്നാലും അത് അംഗീകൃതമായ മാർഗങ്ങളിലുള്ളൊരു മതവിധി ഇതാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് നസ്സുകളിൽ സ്ഥിരപ്പെട്ടു വന്നാൽ, പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു വന്നാൽ, അത് ജനഹിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് യോജിക്കുമോ എന്നൊന്നും പരിശോധിക്കാൻ നിൽക്കാതെ പൂർണ്ണമായും സിമേന വതൈന, കേട്ടു അനുസരിച്ചു എന്ന് പറയുന്ന, അതിന് ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നവനാണ് യഥാർത്ഥ മുസ്ലിം വിശ്വാസി എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ ആലോചിക്കേണ്ടത് ആ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള യുക്തി എന്താണെന്ന് അന്വേഷിച്ചു പഠിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. അതിന് നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. ഇസ്ലാമിൻ്റെ മൗലികപ്രധാനമായ ഒരു സിദ്ധാന്തമാണ് അക്കാര്യം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനങ്ങളെ മനസ്സിലാക്കാനും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനും പ്രവാചകനുമെതിരെ കളങ്കം ചാർത്താൻ ആയുധമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വചനങ്ങൾ കടന്നു പോകുന്നത്. ആ അടിസ്ഥാന കാര്യമാണ് അടുത്ത വചനങ്ങളിലൂടെ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്ത് പരിശോധിക്കാം. ആ സംഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയത്തെ നോക്കിക്കാണേണ്ടത് തന്നെ, വിലയിരുത്തേണ്ടത് അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും വിധിക്ക് മുന്നിൽ പൂർണ്ണമായും കീഴൊതുങ്ങിക്കൊണ്ട്, നമ്മളിവിടെ കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ച ആ ഒരു അടിസ്ഥാന നിയമത്തിൽ ഊന്നിക്കൊണ്ടാണ് ഏതൊരു വിഷയത്തെയും മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു നിയമം പറഞ്ഞാൽ ആ നിയമത്തിൽ നിൽക്കുക എന്നതാണ്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന എന്നാണ്
അള്ളാഹു സുബ്ഹാനഹു തആല പ്രസ്തുത ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി 37-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയും, ഇത് തഖൂലു നീ പറഞ്ഞിരുന്ന സന്ദർഭം, ലില്ലദി ഏതൊരുവനോട്, അൻഅമ അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈഹി അവൻ്റെ മേൽ, വ അൻഅംത അലൈഹി അവന് നീയും അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അംസിക് നീ വെച്ചുകൊണ്ടിരിക്കുക, അലൈക നിനക്ക്, സൗജക നിന്റെ ഭാര്യയെ, വത്തഖില്ലാഹ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക, വതുഖ്ഫി നീ മറച്ചു വെക്കുകയും ചെയ്യുന്നു, ഫീ നഫ്സിക നിന്റെ മനസ്സിൽ, മാ ഏതൊരു കാര്യം, അല്ലാഹു മുബ്ദീഹി അള്ളാഹു അതിനെ വെളിവാക്കുന്നവനാണ്, വതഖ്ഷ നീ പേടിക്കുകയും ചെയ്യുന്നു, അന്നാസ മനുഷ്യരെ, വല്ലാഹു അഹക്കു അള്ളാഹു അത്രേ ഏറ്റവും അർഹൻ അഥവാ അവകാശപ്പെട്ടവൻ, അൻ തഖ്ഷാഹു നീ അവനെ പേടിക്കുവാൻ, ഫലമ്മാ ഖളാ അങ്ങനെ നിർവഹിച്ചപ്പോൾ അല്ലെങ്കിൽ തീർത്തപ്പോൾ, സെയ്ദ് മിൻഹ അവളിൽ നിന്ന്, വത്തറൻ ആവശ്യം, സൗവജിനാകഹ അവളെ നിനക്ക് നാം ഭാര്യയാക്കി അല്ലെങ്കിൽ വിവാഹം ചെയ്ത് തന്നു, ലികൈ ലാ യകൂന ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി, അലൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ മേൽ, ഹറജുൻ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഞെരുക്കം, ഫി അസ്വാജി ഭാര്യമാരുടെ കാര്യത്തിൽ, അദ്ഇയാഇഹിം തങ്ങളുടെ ദത്തുപുത്രന്മാരുടെ, ഇദാ ഖളവു അവർ നിർവഹിച്ചാൽ, മിൻഹുന്ന അവരിൽ നിന്ന്, വത്തറൻ ആവശ്യം, വകാന ആകുന്നു അല്ലെങ്കിൽ ആയിരിക്കുന്നു, അംറുല്ലാഹ് അള്ളാഹുവിൻ്റെ കൽപ്പന, മഫ്ഊല പ്രവർത്തികമാക്കപ്പെട്ടത് അല്ലെങ്കിൽ നടപ്പാക്കപ്പെട്ടത്. എന്താണ് അള്ളാഹു വളരെ വലിയ അല്പം വിശാലമായ ഒരായത്താണ്, ദീർഘമായ ഒരായത്താണ്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള നീയും അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. നിന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാതെ നിനക്ക് വേണ്ടി നീ വെച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു വെളിവാക്കാൻ പോകുന്ന കാര്യത്തെ നീ നിന്റെ മനസ്സിൽ മറച്ചു വെക്കുകയും ചെയ്തിരുന്നു. അള്ളാഹുവാണ് നീ പേടിക്കുവാൻ ഏറ്റവും അവകാശപ്പെട്ടവനെന്നിരിക്കെ നീ ജനങ്ങളെ പേടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിർവഹിച്ചു, വിവാഹമോചനം നടത്തി. അത് കഴിഞ്ഞപ്പോൾ അവളെ നിനക്ക് നാം ഭാര്യയാക്കി തന്നു. സത്യവിശ്വാസികളുടെ മേൽ തങ്ങളുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അവർ അവരിൽ നിന്നും ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ആണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു. ഇതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. 37-ാമത്തെ വചനത്തിൻ്റെ അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുപുത്രനും സ്വതന്ത്രനാക്കപ്പെട്ട അടിമയുമായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളായ സൈനബ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ ആയത്തിൻ്റെ ഇതിവൃത്തം അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ പശ്ചാത്തലം. കുലീനമായ ഒരു കുടുംബത്തിൽ ജനിച്ച സൈനബ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹത്തിൽ തുടക്കത്തിൽ അനിഷ്ടമുണ്ടായിരുന്നെങ്കിലും വംശീയമായ ഉച്ചനീതിത്വങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവർ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ അതിങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന സമയത്ത് കാലക്രമേണ അവർക്കിടയിൽ സ്വരച്ചേർച്ച, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വരച്ചേർച്ച, ആ ഒരു ചേർച്ച ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനത്തിന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നിന്റെ ഭാര്യയെ നീ നിലനിർത്തുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു. എന്നാൽ ഈ വിവാഹം അധികം മുന്നോട്ട് പോകില്ലെന്നും സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹമോചനം നടത്തിയതിന് ശേഷം സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമെന്നും അള്ളാഹു നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീ മുഖേന അറിയിപ്പ് നൽകുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ പോറ്റു മക്കളെ സ്വന്തം മക്കളെ പോലെ കണക്കാക്കിയിരുന്ന അന്നത്തെ അറബ് സമൂഹത്തിൽ മകന്റെ ഭാര്യയെ
വിവാഹം കഴിച്ചു എന്ന ജനസംസാരത്തിനും വിമർശനങ്ങൾക്കും ഇത് കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയക്കുകയും ചെയ്തു. ഈ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ മറച്ചു വെച്ചത്. ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ആയത്ത് വായിക്കണം. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം നീ നിന്റെ മനസ്സിൽ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ഭയപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹു ആണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ജനസംസാരത്തെ, ജനങ്ങളുടെ അഭിപ്രായത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന സത്യം തുറന്നു കാണിക്കണമെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിക്കുക കൂടിയായിരുന്നു. തുടർന്ന് പിന്നീട് സയ്യിദ് റളിയല്ലാഹു അൻഹു വിവാഹോചനം ചെയ്യുകയും ഇദ്ദ കാലഘട്ടം കഴിയുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പന ഉള്ളതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയാണ്. ഇതിന് പിന്നിലെ ഏറ്റവും വലിയ യുക്തി, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു അനാചാരം തിരുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. പോറ്റുപുത്രന്മാർ ഒരിക്കലും സ്വന്തം മക്കളല്ലെന്നും അവർ അത് നമ്മൾ മുന്നേ ആയത്തുകളിലൊക്കെ പറഞ്ഞ വിഷയമാണ്. അവർ വിവാഹമോചനം ചെയ്ത സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ ഇസ്ലാമിൽ യാതൊരു വിരോധവും ഇല്ലെന്നുമുള്ള പ്രായോഗികമായി ആ സമൂഹത്തെ പഠിപ്പിക്കുക കൂടിയാണ് ഈ വചനവും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും നമ്മളെ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം നടപ്പാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ ആഗ്രഹമായിരുന്നില്ല അങ്ങനെ ഒരു വിവാഹം. പക്ഷേ ആ വിവാഹത്തിൻ്റെ മഹത്വം കാരണം സൈനബ് റളിയല്ലാഹു അൻഹ മറ്റു ഭാര്യമാരോട് അഭിമാനത്തോടെ പറയുന്ന സംഭവങ്ങൾ പിന്നീട് ഹദീസുകളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരാണ് വിവാഹം കഴിപ്പിച്ചത്, എന്നാൽ എന്നെ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹുവാണ് വിവാഹം ചെയ്തു തന്നത് എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ അഭിമാനത്തോടു കൂടി പറയുന്ന ആ ഒരു വചനം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയുടെ സൗന്ദര്യത്തിൽ താല്പര്യം തോന്നിയിട്ടാണ് ഈ വിവാഹം നടന്ന് എന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവർ ഇസ്ലാമിനെതിരെ ഒരു ആരോപണമായി പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതവും വ്യാജവുമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിക നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി ദത്തുപുത്ര സമ്പ്രദായം ഇല്ലാതാക്കാൻ വേണ്ടി അള്ളാഹു നേരിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണ് എന്നും ഈ ആയത്തുകളിലൂടെ, ഈ ചരിത്രത്തിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു കാര്യങ്ങളെ വളരെ വ്യക്തമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം നമ്മൾ അമാനി മൗലവിയുടെ ആ തഫ്സീർ വെച്ചിട്ട് അതിൻ്റെ ആയത്തും അതുപോലെ അതിൻ്റെ അർത്ഥവും വാക്കർത്ഥവും വായിക്കുക. എന്നിട്ട് ഈ വിശദീകരണം കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ചരിത്രവും ആ സംഭവവും നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് പോലെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമിനെ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.